ഇന്നത്തെ അറിയിപ്പുകൾ. പ്രിയദർശിനി പദ്ധതിക്ക് ലോഗോ രൂപകൽപ്പന ചെയ്യാൻ പൊതുജനങ്ങളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും എൻട്രികൾ ക്ഷണിച്ചു. മികച്ച ലോഗോയ്ക്ക് 10,000 രൂപ സമ്മാനമായി നൽകുമെന്ന് KSRTC മാനേജ്മെന്റ്. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര ലഭ്യമാക്കിയ കേരള സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി യാത്രാ പദ്ധതിക്ക് അനുയോജ്യമായ ലോഗോ രൂപകൽപ്പന ചെയ്യുന്നതിന് പൊതുജനങ്ങളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും എൻട്രികൾ ക്ഷണിച്ചു. മികച്ച ലോഗോയ്ക്ക് 10,000 രൂപ സമ്മാനമായി നൽകും എന്നാണ് KSRTC മാനേജ്മെന്റ് അറിയിച്ചത്. ലോഗോ സ്ത്രീ ശാക്തീകരണം, സാമൂഹിക സമത്വം, സ്വതന്ത്ര യാത്ര എന്നീ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. പദ്ധതിയുടെ ലക്ഷ്യവും സന്ദേശവും ലോഗോയിൽ വ്യക്തമായി ഉൾക്കൊള്ളിക്കണം. ലോഗോ പൂർണ്ണമായും സൃഷ്ടാവിന്റെ സ്വന്തം രൂപകൽപ്പനയായിരിക്കും. പകർപ്പവകാശ ലംഘനം ഉണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയുടെ എല്ലാ ഉപയോഗാവകാശങ്ങളും KSRTCക്കായിരിക്കും. ലോഗോയുടെ ആശയവിതരണം 50 മുതൽ 100 വാക്കുകൾ വരെ മാത്രമേ പാടുള്ളൂ. 30/6/2026 അവസാന തീയതി. priydarshini@kerala.rtc.com എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ സൃഷ്ടികൾ അയക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കഴിഞ്ഞ LDF സർക്കാരിനെതിരെ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തി 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യത. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം വകമാറ്റിയെന്നും റിപ്പോർട്ട്. 2024-25 സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണ് സഭയിൽ വെച്ചത്. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയാണ്. മുൻ സർക്കാരിന്റെ ധനമാനേജ്മെന്റിലും പാളിച്ച ഉണ്ടെന്ന് CAG കണ്ടെത്തൽ. സംസ്ഥാനത്തെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് CAG റിപ്പോർട്ട്. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CAG റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഓഫ് ബജറ്റ് കടബാധ്യത 39,230 കോടി രൂപയാണ്. സംസ്ഥാനത്ത് കടമെടുപ്പ് തുടരുകയാണെന്നും തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3,511 കോടിയുണ്ടെന്നുമാണ് CAG വിശദമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും വകമാറ്റലുണ്ടായി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.06 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റി. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ചു കാണിക്കാനായിരുന്നു ഈ നടപടിയെന്നാണ് CAG റിപ്പോർട്ട് വിശദമാക്കുന്നത്. ആഭ്യന്തര ഉൽപാദനം 9.30% നിന്ന് 9.97 റവന്യൂ വരവിൽ 0.30% മാത്രം വളർച്ചയാണുണ്ടായത്. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായി. ചെലവിൽ 8.97% കൂടുതലുണ്ടായി. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുവെന്നും റിപ്പോർട്ട് വിശദമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുന്നത്തുനാട് മുൻ MLA PV ശ്രീനിജനെതിരെ വിജിലൻസ് അന്വേഷണം. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ക്രമക്കേട് നടന്നെന്നാണ് പരാതി. യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ CSR ഫണ്ട് വാങ്ങി നടപ്പാക്കിയ പദ്ധതിയിൽ 1,90,00,000 രൂപയുടെ ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം. സ്ലേറ്റ് എന്ന പേരിൽ കുന്നത്തുനാട് മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നടപ്പാക്കിയ വിദ്യാഭ്യാസ പദ്ധതിയാണ് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ BPCLന്റെ CSR ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പദ്ധതി നടപ്പാക്കിയത്. സെന്റ് തെരേസാസ് വെൽഫെയർ സൊസൈറ്റി ആയിരുന്നു നടത്തിപ്പുകാർ. ആദ്യഘട്ടത്തിൽ 2023-24 അധ്യയന വർഷത്തിൽ തുടങ്ങിയ പദ്ധതിക്ക് 2 ഘട്ടങ്ങളിലായി 1,90,00,000 രൂപ BPCL നൽകിയെന്ന് പരാതിയിലുണ്ട്. ഈ പണം ഉപയോഗിച്ച് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും പദ്ധതിയുടെ മറവിൽ ശ്രീനിജൻ സ്വന്തം നിലയ്ക്ക് പണപ്പിരിവ് നടത്തിയെന്നുമാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത്. അതേസമയം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി PV ശ്രീനിജൻ മറുപടി നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.